Happy birthday, Achu. Today is my birthday. Happy birthday. ബസ്സിന്റെ പേര് നോക്ക്. ശരിക്കും വീഡിയോസിൽ കൊച്ചു ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. നമ്മൾ ഇതിന്റെ ഭംഗി കുറച്ചുകൂടി സ്നേഹത്തോടെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഭംഗിയുണ്ട് തോന്നുന്നു. നോക്കി ആരുടെ മുതൽ സന്തോഷമില്ല. എല്ലാവരും രാവിലെ എഴുന്നേറ്റ് പണിക്ക് പോകും. ഇന്നലെ കിടക്കാൻ ലേറ്റ് ആയതുകൊണ്ട് എനിക്ക് എഴുന്നേക്കാൻ പറ്റിയില്ല. 8:30 എഴുന്നേറ്റപ്പോൾ. അത് കുഴപ്പമില്ല. ഞാൻ എൻ്റെ ആൾക്കാരോടാണ് പറയുന്നത്. ഇത് ശരിയാവും തോന്നുന്നില്ല. ഇതിങ്ങനെയാണ് ഓടിക്കാന്നറിയില്ലേ? അത് പോസ്റ്റ് ചെയ്തോ. പോസിറ്റീവ് എല്ലാവരും നല്ല അടച്ച അത് അടക്കുന്ന അടച്ച മതി. എന്റെ കയ്യിലൊന്നും ഇരിക്കുന്നില്ല കേട്ടോ. ബർത്ത്ഡേ കഴിഞ്ഞ അതിന്റെ പരിപാടി ഒന്നുമില്ലേ? അല്ല, തുടങ്ങിയല്ലോ. എല്ലാ വർഷവും എന്റെ പിറന്നാൾ എപ്പോഴും സൂപ്പർ ഉണ്ടാകാം അല്ലേ ഇത്? പക്ഷെ അല്ലേ പറഞ്ഞേ, എന്റെ പിറന്നാൾ എപ്പോഴും എനിക്കറിയില്ല, മേ ബി എന്റെ ചുറ്റുള്ള ആൾക്കാരൊക്കെ ഭയങ്കര സെറ്റപ്പ് ആക്കുന്നത് കൊണ്ടും പിന്നെ അന്നേരം ആരും തെറ്റിയിരിക്കാറില്ല അല്ലേ? എന്റെ അമ്മ എന്നോട് സർപ്രൈസ് ആയിട്ട് അമ്മയുടെ ഫ്രണ്ട് പ്രീതന്റെ കാണാൻ പറഞ്ഞിട്ട് എനിക്ക് ഉറപ്പാണ് അമ്മ എന്തോ വായിച്ചു വെച്ചിട്ടാണ് എന്നോട് ഇങ്ങോട്ട് പോയി വാങ്ങാൻ പറഞ്ഞതെന്ന്. അമ്മ നാട്ടിലാണുള്ളത്, അമ്മ അവിടെ ഇല്ല. ഉറപ്പാണ് പ്രീതന്റെ എപ്പോഴും എനിക്ക് എന്തെങ്കിലും വാങ്ങാറുണ്ട് എല്ലാ ബർത്ത്ഡേക്കും. അപ്പൊ ഇത് അമ്മ എന്തോ കൊടുത്തിട്ടുണ്ട്, അതെനിക്ക് ഉറപ്പാണ്. അമ്മ എന്നെ വിളിച്ചുകൊണ്ടിരിക്കണ്ടേ ഇനി പോയോ വാങ്ങിയോ എന്നൊക്കെ. അമ്മ എന്തായാലും എന്തെങ്കിലുമൊക്കെ വലിയത് വാങ്ങിച്ചു കൊടുക്കും എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. ഇറ്റ്സ് മൈ ബർത്ത്ഡേ ഗിഫ്റ്റ്. ഇതെനിക്കാണ്. ഇനി ഒരുപാട് സാധനങ്ങൾ വരാനുണ്ട് എനിക്ക്. കാരണം എന്റെ പെങ്ങള് വരണം, ഇനി ഇത് വരണം. Let us see. പക്ഷെ വൈകുന്നേരം ആകുമ്പോഴേക്കും ഇവരെന്തെങ്കിലും പാർക്കൊക്കെ വെച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതെന്നല്ലേ. വേണേച്ച് ഇതില്ലെങ്കിൽ ഞാൻ എല്ലാവരോടും തെറ്റും. അപ്പം വൈകുന്നേരം ആകുമ്പോഴേക്കും ഞാൻ ഓണാവും. ചിട്ടയെ വെച്ച് റെസ്റ്റ് എടുക്കണം. പക്ഷെ എനിക്ക് പകൽ ഉറങ്ങാൻ പാടില്ല ശരിക്കും. ഓക്കെ, സിയും. ഒടുക്കത്തെ വെയിലാണ് ഇവിടെ. അത് മാറ്റാണ് കേട്ടോ. നമ്മള് എന്റെ ബർത്ത്ഡേയുടെ ഏറ്റവും എക്സൈറ്റിംഗ് പാട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാവരും ഗിഫ്റ്റ് തരും. ഇത് ആരാ ഏട്ടാ? അഞ്ചോണോ? ഇവളെപ്പോഴും ഇങ്ങനെ. ഇവക്ക് തന്നെ ഇങ്ങനെ അറിയുന്നേ? നീ സഹായിച്ചിരുന്ന? ആക്ച്വലി ദിസ് ഈസ് ഫ്രഷ് ഫ്ലവേഴ്സ് ആണ്. സോ സ്വീറ്റ്. വിളിച്ചു പറ അഞ്ചിനടുത്ത് കിട്ടി. ഒരുപാട് സാധനങ്ങള് ഇപ്പൊ എനിക്ക് വന്നിട്ടുണ്ട്. ഇനി ഇപ്പൊ സമയം 3:29 ആയിട്ടില്ലോ. ഇന്ന് 11:59 ഒരു സമയമുണ്ട്. പക്ഷേ ഈ വീഡിയോ ഞാൻ ഇടുമ്പോഴേക്കും ഒരു സമയമാവില്ലല്ലേ. ഇതാ 5 ആഴ്ച കാർഡാണ്. ഇതാണ് ഏറ്റവും ക്യൂട്ടസ്റ്റ് കാർഡ്. അയ്യോ, എന്നിട്ട് ഓളി എന്താ പറഞ്ഞു വിളിച്ചപ്പോ കൊന്നനെ ഞാനോളെ അയച്ചിട്ടെങ്കിൽ. ഓള് നിങ്ങൾ അയച്ചില്ലെങ്കിലേ കട്ട് ചെയ്തോ. എനിക്ക് ഭയങ്കര വിഷമക്കാവും. എനിക്ക് എന്താ നീ അയക്കാനൊക്കെ ചെയ്യാൻ. ആക്ച്വലി സ്നേഹ എനിക്ക് അയച്ചതാണ് മുന്നേ. പക്ഷെ കറക്റ്റ് ഇന്ന് തന്നെ ഇത് വന്നത്. ഇതോളിത് പിറന്നാൾ ആലോചിച്ച് അയച്ചാണെന്ന് എനിക്കറിയില്ല. ഏട്ടാ എന്താ എല്ലാവരും ഇങ്ങനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അല്ലേ. ഹാപ്പി ബർത്ത്ഡേ കൂട്ടുകാരി. ഇത് ഒരു 5x കൊടുത്തേ. സ്നേഹ അയച്ചാണ് കേട്ടോ. ഷീസ് മൈ ലിറ്റിൽ സിസ്റ്റർ ഫ്രം ആൻസർ ദി ബ്രാൻഡ്. ഏട്ടാ ഇത് മറ്റേ സാധനം മുടിക്കിടുന്നത്. ഏട്ടാ സ്വീറ്റ്. അപ്പോഴേക്ക് മുടി വെട്ടി ഇങ്ങനെ ഇടുന്ന സാധനമാണത്.
കറക്റ്റ് ദിവസം വന്നൂല്ലോ, എന്നാലും അതൊരു കിട്ടില്ല പരിപാടി തന്നെ. ഇതൊരു ഡ്രസ്സാണ്, ഇത് ഓൾഡ് ബ്രാൻഡിൻ്റെ തന്നെ ഡ്രസ്സാണ്. സിസു ഇതേ ഇപ്പം ഫോട്ടോ അയച്ചത്, ഞാൻ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എന്തോ എനിക്ക് കുനിയാനൊക്കെ കുറച്ച് ഡിഫിക്കൽട്ടാണ്. മുടി മുടി എങ്ങനെ ഇട്ടാ ഇത് ഇതാ രസമുണ്ടാ? ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ അമ്മയുടെ ഫ്രണ്ടല്ലേ പ്രീതാൻറ്റി കുനിയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ബിക്കോസ് ഐ ഹാവ് ബാക്ക് പെയിൻ. പ്രീതാൻറ്റി എന്തോ ഒരു സാധനം കൊടുത്തേച്ചിട്ട് ഇപ്പം വിളിച്ചിട്ടുണ്ടായി. പ്രീതാൻറ്റി വേറെ എന്തോ കൂടി കൊണ്ടുവരാൻ മറന്നുപോയി, വൈകുന്നേരം പോയി വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. ബോംബെ സ്റ്റോറിൽ നിന്നാണ്, ഇഷ്ട ബോംബെ സ്റ്റോറിലെ സാധനങ്ങൾ. എപ്പോഴും പറഞ്ഞാളായിരുന്നെങ്കിൽ. അയ്യോ കിട്ടില്ല, പാക്കിങ് തുറക്കാനേ തോന്നില്ല. സ്വാധീനം എടുക്കണേ അപ്പേ, ഓളെടുക്ക്. നല്ല നല്ല സെറ്റ്. ഇത് ഏതാ ലുക്ക്? ഇത് നീ ഒന്നും കൊണ്ടുവന്നില്ല എനിക്ക്. ടെൻഷൻ ആക്കല്ലേ, എനിക്ക് വിഷമം. ഇത് കിട്ടില്ലല്ലോ ലുക്ക്. നിനക്ക് ഇങ്ങനെയൊക്കെ നടന്നൂടെ എപ്പോഴും? ഭാഗ്യം, ഞാൻ നിന്റെ ജീൻസൊക്കെ ഇട്ട പ്രതീക്ഷിച്ചു. നന്നായി നീ ഇങ്ങനെ വന്നത്. നീ അവരെ കോൺസെൻട്രേറ്റ്, അവർക്ക് സമയം എടുക്കും. ഒരു വർഷമായി തുറക്കും. ആ കിട്ടി. ഇത് ഇപ്പൊ കിട്ടിയതാ, ഈ കൂട്ടത്തിലുണ്ടായതാ. ഡ്രസ് കോഡ് ഇതാണോ? എനിക്ക് ഒന്നും ധൃതിയിൽ ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പൊ. ഇതൊക്കെ ഞാൻ കട്ട് ചെയ്യൂട്ടെ, ഈ പോർഷൻസ് ഒക്കെ എഡിറ്റ് ചെയ്യുമ്പോ. എടാ ഇത് എനക്കാണ് കേട്ടാ. ചെടിച്ചട്ടിയല്ലേ? നാച്ചുറലാന്നാ പറയുന്നത്. നേച്ചറിൽ ആക്ച്വലി അതാണ് ഓനും വാങ്ങിച്ചതാ. അറിയാതെ കവറിൽ എടുത്തു. ഭാഗ്യന്റെ വീഡിയോ എടുത്തത് ഒക്കെ എന്റെ തരുന്നുണ്ട്. എന്റെ വീട്ടിൽ നിന്നുള്ള പാക്കറ്റാണ്. ഇതിൽ എന്താണെന്ന് എനിക്ക് അറിയാം. അമ്മ ബില്ലും വെച്ചിട്ടുണ്ട്. എന്തിനാ ഞാൻ അടക്കേണ്ടി വരുമോ? EMI കാർഡാന്ന് പറഞ്ഞിട്ട് തന്നെ ആക്കാം. ഇതേപോലെ തിരിച്ചു കൊടുക്കാം. ഇതെനിക്കറിയാം എന്താന്ന്. എന്റെ അമ്മയുടെ നല്ല അഭിനയമായിരുന്നു, പക്ഷെ ചില ആൾക്കാരുടെ അഭിനയം കൊണ്ട്. ഓ ഗൈസ്, ആപ്പിൾ ആണ്. അതായത് എല്ലാരും എന്നോട് വീഡിയോ എടുക്കുന്നത് പറയാതെ പറയുന്ന പോലെ എനിക്ക് സജാദ് പെൺഡ്രൈവ് വാങ്ങിച്ചിട്ട് വീഡിയോ എടുക്കാൻ പറഞ്ഞു. വീട്ടിൽ നിന്ന് ഇത് വന്നിട്ട് വീഡിയോ എടുക്കാൻ പറയുന്നത്. ഇത് ഓ ഗോഡ്, ആഫ്റ്റർ സോ ലോങ്. എനിക്ക് ഇത് കഴിഞ്ഞ ചമ്മല. ഇതൊന്നും എടുക്കണ്ട കേട്ടോ, ഇത്ര സമയം രസമുണ്ടായി. ഇത് കുറച്ച് അലമ്പാവുന്നുണ്ട്. അൺബോക്സിംഗ് എളിമയുടെ പര്യായമായ എനിക്ക് വീഡിയോ എടുക്കാം. വേറെ കളർ എടുക്കാൻ മതി. സിംഗാരി എന്നെ കുഞ്ചം. നിങ്ങളൊക്കെ സന്തോഷം, ഹാപ്പി അല്ലേ? ഞാൻ ആർക്കും തരില്ല. ഇതെന്താ ചെയ്യണ്ടേ? ഇവിടെ ലോണാക്കണ്ടേ? കുറെ നാളായിട്ട് ഐപാഡ് വാങ്ങണമെന്ന് വിചാരിക്കുന്നില്ല. ഇപ്പൊ സമയം 3 പാക്കപ്പ് ആയിട്ടില്ല. 3:50. ഒരു 6 മണിക്കല്ലേ പാർട്ടി. അപ്പം ഞാൻ വിളിച്ച അതിഥികളൊക്കെ വരും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇല്ലെങ്കിൽ ഞാൻ പ്രശ്നം ഉണ്ടാകും. ഇതൊന്ന് സെറ്റ് ആയിട്ടാ. ബൈ. എല്ലാ വർഷവും യദുവാനും ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് എനിക്ക് സർപ്രൈസ് സെറ്റ് ചെയ്യാറുണ്ട്. എനിക്ക് മനസ്സിലാവും അവരെന്തോ ഒപ്പിക്കുന്നുണ്ട്. അപ്പം ഇപ്രാവശ്യം അനു വന്നിട്ടില്ലാന്ന് എന്നോട് പറഞ്ഞു, അവൾക്ക് പ്രമോഷനാണെന്ന്. പക്ഷേ എനിക്കറിയാം, എനിക്കൊരു ടെലിപ്പതി അല്ല, എനിക്ക് തോന്നുന്നോള് വന്നിട്ടുണ്ട്. ഇനി സർപ്രൈസിന് പോവാണ്. എൻ്റെ കൂടെ ആർക്കും അഭിനയിക്കാൻ അറിയില്ല.
ഒരുപാട് ഇഷ്ടത്തോടെ സ്നേഹപൂർവ്വം പിറന്നാൾ ആശംസകൾ. ഞാൻ വേണമെന്ന് പറഞ്ഞ ഞാൻ ക്യാമറ ഇത് എന്താണ് ഉപയോഗം എന്ന് എനിക്കറിയില്ല. വീഡിയോ ഞെട്ടി ഇതൊന്നും ചെയ്യേണ്ടത് പോലെ എനിക്കറിയില്ല ഗൈസ്. ഇത് എനിക്ക് വീഡിയോ എടുക്കാനുള്ളതാണ്, പക്ഷെ ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടത് എനിക്കറിയില്ല. ഇത് ഉപയോഗിക്കും, ഇതൊക്കെ പറഞ്ഞുതരും അല്ലേ? അതിന് പാസ്വേഡ് ഇട്ടില്ല. പാസ്വേഡ് ഇട്ടു, അതൊന്നും പറയാൻ പറ്റില്ല. കണ്ടാണ് ഇതെടുത്തു. നമുക്കിപ്പോ വീഡിയോ എടുക്കുന്നതിനെ കൊണ്ട് ഗൈസ് എനിക്ക് ഓസ്മോ പോക്കറ്റ് 3 ഇത് വാങ്ങിച്ചു. ഞാൻ എപ്പോഴും വീഡിയോ എടുക്കാനേ വീഡിയോ ഇനി ഇതിന്റെ കൂടെ ആയിരിക്കും. വിളിച്ചോ? ഇല്ല, അനു ബർത്ത്ഡേ പോലും മിസ് ചെയ്തില്ല. ആണോ? തെറ്റാ സമയം അയച്ചു. അതെ, കണ്ടു കാണൂല, ഓർത്തുണ്ടാവൂല. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന അച്ചുവിന് എന്താണ് പറയാനുള്ളത്? ബ്ലോഗർ ആവാൻ താല്പര്യമുണ്ടോ? എന്താ കണ്ടന്റ്? ഈ ഡ്രസ് എവിടെ നിന്ന് പർച്ചേസ് ചെയ്തത്? ഇത് ഞാൻ വാങ്ങിച്ചല്ല, കട്ടറാ. ഞാൻ കട്ടതാ. ഞാൻ അനിയത്തിന്റെ ഷെൽഫിൽ കട്ടതാ. ഇനി അച്ചുവിന്റെ ബ്ലോഗ് ഉണ്ട്, നിങ്ങളൊക്കെ ഞെട്ടും. ഈ ബ്ലോഗ് പറയാൻ ഡേ ഇൻ മൈ ലൈഫ്. ഒരു ദിവസം എന്റെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ വരുന്നുണ്ടെങ്കിലും പറഞ്ഞാണോ ഇതിന്റെ ഓവറാക്കൽ കണ്ടപ്പോഴേക്ക് തോന്നിട്ട് വരില്ല. കേക്ക് കട്ടിങ്ങൊക്കെ ആണോ? കേക്കാ ഇപ്പൊ കെട്ടിട്ടുള്ളൂ കയ്യിൽ, ഇതിനെ പൊട്ടിക്കും. പോൾസാജ് സ്റ്റെഫിൻ. ഹായ് സ്റ്റെഫിൻ. പെങ്ങളെ എന്റെ കുപ്പായത്തിനാണ് ഇടാൻ പറഞ്ഞത്. രാവിലെ ഞാൻ ഇവിടെ പറഞ്ഞ കൊടുക്കാം, അവിടെ കൊടുക്കാം. രാവിലെ കൊടുക്കും അല്ലേ? ഇങ്ങനെയല്ലല്ലോ എടുക്കാണ്ട്, തിരിച്ചിട്ടല്ലേ? നിങ്ങളൊക്കെ ഇപ്പല്ലേ കഴിച്ചു എന്റെ ബിരിയാണി തുടങ്ങി. എന്റെ തല
ഇവര് പോസ്റ്റ് എടുത്തിട്ട് പിന്നെ കണ്ടിന്യൂ ചെയ്യണം. സംസാരിക്കും. വീഡിയോ ആണോ? ഇന്ന് അച്ചുവിന്റെ ബർത്ത്ഡേ ആണോ? നിന്നെ ഭയങ്കര സുന്ദരിയുണ്ട്. യു ആർ സോ ബ്യൂട്ടിഫുൾ. എല്ലാം പെട്ടെന്ന് ചേട്ടാ. ബൈ ബൈ. നമ്മുടെ ബർത്ത്ഡേയുടെ നമ്മുടെ ബർത്ത്ഡേ അല്ല, അച്ചുവിന്റെ ബർത്ത്ഡേയുടെ ആഘോഷം അവസാനിച്ചുകൊണ്ടിരിക്കും. അവസാനിക്കില്ല ആക്ച്വലി. ഞാൻ പറയണില്ല. അച്ചുവിന്റെ ബർത്ത്ഡേയുടെ ആഘോഷം ജസ്റ്റ് ഒന്ന് അവസാനിക്കുന്നു. അവസാനിപ്പിക്കല്ലോ, എനിക്ക് വിഷമമാണ്. ജസ്റ്റ് ഒന്ന് നിർത്തുന്നു. ജസ്റ്റ് കലാശപ്പെട്ട് അല്ല, നമ്മളെ അച്ഛന്റെ ബർത്ത്ഡേയുടെ പരിപാടികള് ജസ്റ്റ് ഒന്ന് അതല്ല അതിന്റെ മലയാളം അവസാനിപ്പിക്കുന്നു. കലാശക്കൊട്ട് കുറച്ച് നേരത്തേക്ക് എല്ലാം നിർത്തിയിരിക്കുന്നു. അച്ചുവിന്റെ ബർത്ത്ഡേയുടെ കലാശക്കൊട്ടിലേക്ക് കടന്നിരിക്കുകയാണ്. അവസാനമായിട്ട് അച്ചുവിന്റെ വോട്ട് ഓഫ് താങ്ക്സ് പറഞ്ഞു 2 വാക്കുകൾ. ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എന്റെ പിറന്നാളിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് സ്റ്റെഫിനാണ്. കാരണം എന്നോട് ഇന്ന് രാവിലെ മാത്രം പരിചയമുള്ള സ്റ്റെഫിൻ ഇന്ന് 11 എന്റെ പിറന്നാളിന്റെ ലാസ്റ്റ് മിനിറ്റിൽ ഇപ്പോഴും എന്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ കാണിച്ചു, ഞങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ കാണിച്ചു. വലിയ മനസ്സിനെ ഇവൻ ചെന്നൈയിൽ നിന്ന് ഇന്നൊരു ദിവസത്തേക്ക് വന്നിട്ട് ഇപ്പൊ തന്നെ തിരിച്ചപ്പോ എന്റെ പെങ്ങള് പോലും അല്ല ഹൈലൈറ്റ്. പിന്നെ അത് വരുന്നത് എനിക്ക് ഉറപ്പായിരുന്നു. അത് ഞാൻ ഈ വീഡിയോ ഇടുമ്പോ നിങ്ങൾക്കൊക്കെ അറിയാം, മനസ്സിലാവും. കാണുന്നതിന് മുന്നേ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന് വരുന്നത് എനിക്ക് ഉറപ്പായിരുന്നു. യുദ്ധന്റെ ഓവർ ആക്ടിങ്ങും ആലുവിന്റെ ഓവർ ആക്ടിങ്ങും കണ്ടപ്പോ ഞാൻ സ്വാധീനോട് പറഞ്ഞു അതിന് വരുന്നു. അപ്പൊ എന്തായാലും വരുമായിരുന്നു. നിങ്ങളൊക്കെ എനിക്ക് സന്തോഷമുണ്ട്. ഇപ്പോഴും എന്റെ പറഞ്ഞാൽ ഇങ്ങനെ അവന് വയ്യാണ്ടാവും. ഇപ്പൊ എനിക്ക് ക്ഷീണം വന്നിട്ടുണ്ട്. എന്റെ പോയി ഡിമ്മായിരിക്കും എപ്പോഴും വയ്യാണ്ടാവും. പിന്നെന്താ സുഖം. എല്ലാരും വന്നതിനൊക്കെ സന്തോഷമുണ്ടായി. എല്ലാരും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇവിടെ നല്ല രസം ഉണ്ടായിരുന്നു. ആശയമായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഭംഗിയുണ്ടായി. റിസ്വാന്റെ ഡ്രസ്സ് നല്ല രസം ഉണ്ടായിരുന്നു. സജാദിന്റെ പുതിയ ഷർട്ടായിരുന്നു. നമ്മൾ ഇന്നലെ വാങ്ങിച്ച ഷർട്ടാണ്. ആരും കിങ്ങിണി ആയിട്ടുണ്ടായി. പുതിയ ടീഷർട്ടാണത്. എന്റെ ഒരു ഡിഫറെന്റ് ലുക്കാണിത്. കണ്ടിട്ട് എല്ലാവരും എന്റെ കളിയാക്കിയിരുന്നു. ആക്ച്വലി സാരി ഇട്ട് എന്റെ വേറെ ലുക്ക് വരാനുണ്ട്. പുതിയ ലുക്ക്. അതെ, സ്വാതി ലുക്ക്. ആക്ച്വലി ഇത് എന്റെ പിള്ളേർ നിങ്ങൾ എന്തെങ്കിലും മെയിൻ ക്യാരക്ടർ ആവാൻ പറ്റുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സാധനം പിടിച്ചത്. ഞാൻ പറഞ്ഞു ഷെഫീക്ക് വന്നു, നല്ലായിരുന്നു. It was nice. Very best. അമ്മനെ വീഡിയോ കോൾ ചെയ്ത് എനിക്ക് പറയാനുള്ളത്, ഇന്ന് അച്ചു ഭയങ്കര സന്തോഷമായി കണ്ടു, സുന്ദരിയായി കണ്ടു, അനുവിനെ കണ്ടു, പോൾസാജുനെ കണ്ടു. എല്ലാം കൊണ്ടും നല്ലൊരു ബർത്ത്ഡേ. കാരണം 6 മണിയാലും എനിക്ക് ഒരു ഐഡിയ ഉണ്ടായില്ല. കാരണം ഞാൻ കട്ടായിരുന്നു. എനിക്ക് രാവിലെ എഴുന്നേറ്റും തീരെ വൈകി ഉണ്ടായില്ല. പിന്നെ മൊത്തത്തില് നിങ്ങളൊക്കെ വന്നിട്ട് എത്ര നേരെ ഇരുന്ന് പണ്ടത്തിന്റെ ഷൂട്ട് അല്ല ഇരുന്നത്. നേരത്തെ നിങ്ങൾക്ക് കൂട്ടായിരുന്നു. കട്ടായ സമയത്ത് നിങ്ങളായിരുന്നു. സ്റ്റീഫനൊക്കെ ഉണ്ടായില്ലോ. സ്റ്റീഫനൊക്കെ ഉണ്ടായില്ലോ. ആക്ച്വലി
നല്ലൊരു പിറന്നാളായിരുന്നു. ഫോൺ പോകുമ്പോ എനർജിയോട് കൂടി Guys, എനിക്ക് 28 വയസ്സായി. അതിവിടെ പറഞ്ഞേ അതല്ലേ? എന്താ പറയണ്ട പേര്? ബാക്കി പറ ആ. Guys, അത്ര ചെയ്യാൻ പറ്റില്ല, അത് സൈലന്റ് ആയ രീതിയാണ്. ഞാന് എന്റെ വീഡിയോസ്, എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ഒക്കെ അൺബോക്സ് ചെയ്യുന്ന ഒരു വീഡിയോ വേറെ എടുത്തിട്ടുണ്ട്. അത് ഞാൻ എന്തിനാ കാണിക്കുന്നത്? അപ്പം അത് ഞാൻ ഇതിന്റെ കൂടെ ഇടില്ല, ഞാൻ വേറെ വീഡിയോ ആയിട്ട് ഇടും കേട്ടോ. എന്നിട്ട് നിങ്ങളെല്ലാരും അതൊക്കെ കാണുക, എന്നിട്ട് കുശുമ്പുത്തൊക്കെ എന്താ